സയ്യിദ് മുസ്തക് അലി ട്രോഫി ടൂർണമെൻറ്റിൽ നിർണായകമായ മത്സരത്തിൽ കേരളം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ആന്ധ്രാപ്രദേശിനെതിരെ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിൻ്റെ കനത്ത തോൽവിയാണ് കേരളത്തിന് ഏൽക്കേണ്ടതായി വന്നത്. സീസണിലെ 3ാം തോൽവിയാണ് കേരളത്തിന് ഇന്ന് സംഭവിച്ചത്. ഇതോടുകൂടി തന്നെ കേരളത്തിൻ്റെ ക്വാർട്ടർ ഫൈനൽ പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. കഴിഞ്ഞ മത്സരത്തെ കരുത്തരായ മുംബൈക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അപ്രതീക്ഷിതമായൊരു വിജയം സ്വന്തമാക്കിയ കേരളം ഇന്ന് ആന്ധ്രാപ്രദേശിന് മുമ്പിൽ ബാറ്റിങ്ങിൽ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയ കേരളം നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 119 റൺസാണ് നേടിയത്. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ആന്ധ്രാപ്രദേശ് 12ാം ഓവറിൽ തന്നെ 3 വിക്കറ്റ് നഷ്ടത്തിൽ വളരെ അനായാസം വിജയൻ മറികടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കേരള ബാറ്റിംഗ് നിരയിൽ നോക്കുകയാണെങ്കിൽ വലിയ ബാറ്റിംഗ് തകർച്ചയാണ് കേരളത്തിന് നേരിടേണ്ടതായിട്ട് വന്നത്. ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ ഒറ്റയാൻ പോരാട്ടം ഒഴിച്ചു നിർത്തിയാൽ മറ്റു ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത്. സഞ്ജു സാംസന്റെ ആ ഒരു ഉത്തരവാദിത്വത്തോടുള്ള ബാറ്റിംഗ് ആണ് കേരളത്തെ 119 എന്ന സ്കോറിലെങ്കിലും എത്തിച്ചത്. അല്ലെങ്കിൽ 50 റൺസ് തയ്ക്കുന്നതിന് മുമ്പ് തന്നെ കേരളം പുറത്താകുന്ന കാഴ്ച, ദയനീയമായ കാഴ്ച നമുക്ക് കാണേണ്ടതായിട്ട് വന്നേനും. സഞ്ജു സാംസന്റെ ബാറ്റിംഗ് പ്രകടനം നോക്കുകയാണെങ്കിൽ 56 പന്തുകളിൽ നിന്നും 8 ഫോറും 3 സിക്സും അടക്കം 73 റൺസുമായി താരം പുറത്താകാതെ നിന്നു. മികച്ച ഒരു പിന്തുണ നൽകാൻ മറ്റു ബാറ്റർമാർക്കൊന്നും കഴിയാതെ പോയി എന്നുള്ളതാണ്. സഞ്ജുവിനെ കൂടാതെ 2 അക്കം കടന്നത് 13 റൺസ് നേടിയ MD നിതീഷിന് മാത്രമാണ്. മറ്റു ബാറ്റർമാരുടെ സ്കോർ ബോർഡ് നോക്കുകയാണെങ്കിൽ രോഹനും ബാസിദും 2 റൺസ് വീതം നേടിയപ്പോൾ കൃഷ്ണപ്രസാദും സൽമാൻ നിസാറും 5 റൺസ് വീതമാണ് നേടിയത്. ഷർഫുദ്ദീൻ 3 റൺസും അസറുദ്ദീൻ 6 റൺസും ബിജു നാരായണൻ 7 റൺസുമാണ് കേരളത്തിന് വേണ്ടി നേടിയത്. മറുപടി ബാറ്റിങ്ങിലാണെങ്കിൽ ആന്ധ്രാപ്രദേശിന് മികച്ച തുടക്കമായിരുന്നു അവരുടെ ഓപ്പണർമാർ നൽകിയത്. അതിലൂടെ തന്നെ 3 വിക്കറ്റ് നഷ്ടത്തിൽ അവർക്ക് അനായാസം വിജയൻ മറികടക്കാൻ കഴിഞ്ഞു. കേരളത്തിൻ്റെ ബൗളിംഗ് നിരയെ നോക്കുകയാണെങ്കിൽ 3 പേർക്ക് മാത്രമാണ് വിക്കറ്റ് നേടാൻ കഴിഞ്ഞത്. ബിജു നാരായണനും ബാസിദിനും വിഘ്നേഷ് പുത്തൂരുമാണ് ഓരോ വിക്കറ്റ് വീതം കേരളത്തിന് വേണ്ടി നേടിയത്. കേരള ക്രിക്കറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.